ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, സ്ലോ ഹെയർ ഗ്രോത്ത് ഇതെല്ലാം നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലംസ് അല്ല, ഇതെല്ലാം നമ്മുടെ സ്കാൽപ്പിൻ്റെ പ്രോബ്ലംസ് ആണ്. ഹെയറിൻ്റെ റൂട്ടുള്ള സ്കിന്നാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സ്കാൽപ്പ് കെയർ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ ഹെയർ ഗ്രോത്ത് നടക്കുന്നത് സ്കാൽപ്പിൽ നിന്നാണ്. ഡാൻഡ്രഫ് ആണെങ്കിലും ഹെയർ ഫോൾ ആണെങ്കിലും സ്ലോ ഹെയർ ഗ്രോത്ത് ആണെങ്കിലും എല്ലാം നമ്മുടെ സ്കാൽപ്പിൻ്റെ പ്രോബ്ലംസ് ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്തും ഉണ്ടാവും. മെയിനായിട്ട് 4 ടൈപ്പ് സ്കാൽപ്പാണുള്ളത്: നോർമൽ, ഓയിലി, ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ സ്കാൽപ്പ്. നോർമൽ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വരാറില്ല, വളരെ കുറവാണ്. ജസ്റ്റ് മെയിൻ്റെനൻസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഡ്രൈ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും, അതേപോലെ ഹെയർ ഭയങ്കര റഫ് ആൻഡ് ഡ്രൈ ആയിരിക്കും. ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാം, ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാം, ചില സമയത്ത് ഭയങ്കര നോർമൽ ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ കോമ്പിനേഷൻ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ ഓയിലി സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഹെയർ ആൻഡ് സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ദെൻ ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇത്രയും ഈ 4 ടൈപ്പ് ഓഫ് സ്കാൽപ്പുകളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. എപ്പോഴും നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് ഏത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കെയർ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്കാൽപ്പ് ഹെൽത്തി ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. സ്കാൽപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. സോ കൂടുതൽ വീഡിയോസിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.